ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരും അവരുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി പരിഗണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അടുത്തൊരു സംഘടനയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചിരിക്കുന്നത് 1903 1903 സ്ഥാപിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഇതിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് വാവൂട്ട് യോഗം. വാവൂട്ട് യോഗം ആണ് പിന്നീട് എന്തായി മാറി? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയി മാറിയത്. 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചത്. അപ്പോൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട് SNDPയുടെ മുൻഗാമി. അപ്പം വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി. അടുത്തൊരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. എത്രയോ തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിരിക്കുന്നത് 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഇത് പിന്നീട് ഈ സംഘടന 1938 ആയപ്പോഴത്തേക്കും പുലയ മഹാസഭയായി മാറി. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് 1938. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് PSCയുടെ ഉത്തരപ്രകാരം VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ. യഥാർത്ഥത്തിൽ ആരല്ല? VT ഭട്ടതിരിപ്പാടല്ല. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908 VT ഭട്ടതിരിപ്പാടിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് യോഗക്ഷേമ സഭയിലൂടെയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാനാണ്. സ്ഥാപിച്ചിരിക്കുന്ന സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഈ സഭ സ്ഥാപിച്ചിരിക്കുന്നത് 1909 പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അതിൻ്റെ സ്ഥാപകൻ പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ഈ സംഘടന സ്ഥാപിച്ചത് 1914 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. ഈ സംഘടന നിലവിൽ വരുമ്പോൾ ഇതിൻ്റെ പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. നായർ ഭൃത്യജന സംഘം. നായർ ഭൃത്യജന സംഘം എന്നാണ് 1914 ഈ സംഘടന അറിയപ്പെട്ടത്. പിന്നീട് 1915 നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് ഈ സംഘടന മാറുന്നത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നൽകിയത് കെ പരമുപിള്ള നൽകിയ പേരാണ്. NSS എന്ന പേര് നൽകിയത് കെ പരമുപിള്ള. നിലവിൽ വരുമ്പോൾ അതിൻ്റെ പേര് നായർ ഭൃത്യജന സംഘം. PSC ചോദിച്ചിട്ടുണ്ട് NSSൻ്റെ ആദ്യകാല നാമം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യകാല നാമം നായർ ഭൃത്യജന സംഘം. പിന്നീട് 1915 ഇതിൻ്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിലേക്ക് വരുന്നത്. നെക്സ്റ്റത്തെ സംഘടന ആത്മവിദ്യാ സംഘം PSC എത്രയോ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ.
വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. 1917 ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപകനും നമ്മൾ മറക്കാൻ പാടില്ല, വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടന. സഹോദര സംഘം സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നും ഓർക്കേണ്ടതാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ആ സംഘടനയുടെ പേരും പഠിച്ചെടുക്കാം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവി SNDPയുടെ അതേ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയാണ് ആനന്ദ മഹാസഭ. ഏകദേശം ആനന്ദ വരുന്നതൊക്കെ ആരുടെ പേരിൽ തന്നെയായിരിക്കും? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പേരിലാണ്. അതുകൊണ്ട് നമുക്കത് മാറിപ്പോവാനില്ല. ആനന്ദ എവിടെ കണ്ടോ ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരിക്കും. അപ്പം ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതിനാശിനി സഭ സ്ഥാപിച്ചിരിക്കുന്നത് ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച സംഘടനയാണ് ജാതിനാശിനി സഭ. വിദ്യാപോഷിണി എന്ന സംഘടന ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ. നേരത്തെ നമ്മൾ വേറൊരു സംഘടനയും കൂടെ പഠിച്ചു അല്ലേ, സഹോദര സംഘം എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സംഘടനയാണ് ഏത്? വിദ്യാപോഷിണി എന്ന സംഘടന ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഘടന സ്ത്രീ വിദ്യാപോഷിണി, അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാപിച്ചതാണ് എന്ത്? സ്ത്രീ വിദ്യാപോഷിണി. ഈ സ്ത്രീ വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയാണ് സ്ത്രീ വിദ്യാപോഷിണി. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചിരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനയാണ് ധർമ്മപോഷിണി സഭ. PS ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ധർമ്മപോഷിണി സഭ. കാരണം ഈ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്കതൊരു വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഒരു പേര് വെച്ച് നോക്കും. ബാക്കിയൊക്കെ നമുക്കൊരു മുസ്ലിം ടച്ചുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഈ ധർമ്മപോഷിണി സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നേരത്തെ നമ്മൾ മറ്റൊരു സംഘടനയും കൂടെ അദ്ദേഹത്തെ പഠിച്ചു, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. നമ്മുടെ SNDPയുടെ അതേ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനയായിരുന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മറ്റൊരു സംഘടനയാണ് ധർമ്മപോഷിണി സഭ.